ഈ പറയുന്ന CPM-ഉമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ഭരിക്കുന്ന LDF സർക്കാരാണ്. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു വിമർശനത്തിനൊരു മടി കാണിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോൾ വിമർശിക്കാൻ പറ്റാത്ത ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ തീർത്തും മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സമുദായത്തെയും മലപ്പുറത്തെയും അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം AP വിഭാഗത്തിനൊരു വെള്ളാപ്പള്ളിയെ തള്ളാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ അടിമത്തം ഈ CPM-ആയിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അടിമത്വവും വിധേയത്വവും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങൾക്കില്ല. ഇവിടെ ആര് ഭരിച്ചാലും ഭരണകർത്താക്കൾ എന്നർത്ഥത്തിൽ ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുകയും ഞങ്ങളവരെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്യും. ഞങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ഏതെങ്കിലും ഒരു ഭരണകക്ഷിയോടോ പ്രതിപക്ഷ കക്ഷിയോടോ ഒരു പ്രത്യേക വിധേയത്വമോ മറ്റോ ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ ഇപ്പോൾ എല്ലാ ദിവസങ്ങളും മീഡിയകൾ ജനുവരി 1 തൊട്ടാണ് ഞങ്ങളെ യാത്ര തുടങ്ങിയത്. ഇന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും പത്രസമ്മേളനം നടന്നിട്ടുണ്ട്. എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്.